ഇന്ന് എൻ്റെ കിച്ചണിലൂടെ ഞാൻ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ റൈസ് കുക്കറിലാണ് ചോറ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെമ്പിലോ കലത്തിലോ കുടത്തിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ റൈസ് കുക്കറിലാണ് ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അരി 2 കപ്പ്, ആവശ്യത്തിന് വെള്ളവും. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കാം. ഇനി ഈ അരി നമുക്ക് നന്നായി കുഴച്ച് കഴുകണം. ഇത് ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ അരി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്, നിങ്ങളത് ക്ഷമിക്കുമല്ലോ. ഇനി നമുക്ക് ഈ അരി വെള്ളത്തിലോട്ട് മാറ്റാം. ഞാൻ അരി ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കുക. ഈ അരി ഇത് വെന്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിൽ വിളമ്പി കഴിക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ ചോറ് നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ചോറായിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് നമുക്ക് വാർത്തെടുക്കാം. ഞാൻ ഇവിടെ ഇത് വാർത്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്യാം, വാർത്തെടുക്കാം, ഊറ്റിയെടുക്കാം ഒക്കെ ചെയ്യാം. ഞാനിപ്പം ഇവിടെ വാർത്താണ് എടുക്കുന്നത്. ഓക്കെ, കണ്ടല്ലോ നല്ല ചൂടുള്ള നല്ല ടേസ്റ്റി അടിപൊളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇത് ചൂടോടുകൂടി വിളമ്പി കഴിക്കണം. ഓക്കെ, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറി വേണമെങ്കിലും നിങ്ങൾ കൂട്ടി കഴിച്ചോളി. ഈ ചോറ് വളരെ ടേസ്റ്റിയുമാണ്. ഓക്കെ, അടുത്ത ഡിഷുമായി വരുന്നവരേക്കും ബൈ.